നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആതിരപ്പള്ളിയിലാണ്. ആതിരപ്പള്ളിയില് ഫോഴ്സ് ഗൂർക്ക ഓൾ കേരള ഫോഴ്സ് ഗൂർക്ക ടീമിന്റെ ക്ലബിന്റെ അല്ലെ ക്ലബിന്റെ ട്രയലാണ്. അതെ. അപ്പൊ അതിൽ നിന്ന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് പ്ലാൻ പൊതുവെ? ഇപ്പൊ നമ്മൾ ആതിരപ്പള്ളിയിലാണ്. ഇവിടുന്ന് നേരെ മാമലകണ്ട ഫോറസ്റ്റ് ട്രയല്, പിന്നെ നൈറ്റ് എവിടെയെങ്കിലും ഒരു ഹോട്ടൽ സ്റ്റേ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് ഒരു ട്രാക്ക് ഉണ്ട്. അതിൽ ഗൂർക്കാസിനെ എല്ലാം ഇറക്കുന്നു. പിന്നെ നമുക്കിപ്പം അറൗണ്ട് എത്ര ഉണ്ട്? 14 ഗൂർക്കയുണ്ട്. പ്ലസ് നമ്മുടെ ആതിരപ്പള്ളി എസ്ഐയുടെ ആതിരപ്പള്ളി സ്റ്റേഷനിൽ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി അവരും വന്നത് ഗൂർക്കയിലാണ്. അത് വീഡിയോ ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കാം. സോ നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു രക്ഷയില്ല. വന്നപ്പം പോലെ മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ. ബട്ട് ഇറ്റ്സ് ഫൺ. മഴയില്ലാതെ എന്ത് അഡ്വഞ്ചർ. അപ്പം സീ യു ഇൻ ദി വീഡിയോ. ബൈ. അപ്പോൾ പരിപാടി ആരംഭിക്കുന്നത് ഒരു മസാല ദോശയിൽ നിന്നാണ്. ആതിരപ്പള്ളിയിൽ നിന്ന് ഒരു മസാല ദോശയും കഴിച്ച്, ഇത് ഏത് സ്ഥലമാണെന്ന് പറയും, ഇത് നമ്മുടെ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്ക് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ അടുത്തൊരു വിളയാണ്. ഞാനിത് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ പന പോലെ എന്തൊക്കെയോ കുറേ മരങ്ങൾ. അപ്പോൾ അവിടെയാണ് അസംബ്ലി പോയിൻറ്റ്. ഇപ്പോൾ എല്ലാവരും പല ദൂരെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെയാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ ആകുമ്പോൾ വണ്ടി കുറച്ച് സൈഡിൽ ഒതുക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് പോയി എല്ലാ വണ്ടികളും ഒക്കെ ഒന്ന് കാണാം. അതാണ് എൻ്റെ അജണ്ട. എല്ലാത്തിൻ്റെയും ക്ലോസപ്പ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഏതാ ഉണ്ടെന്നോ? നമുക്കിവിടെ പല ടൈപ്പ് പല വെർഷൻസിലുള്ള ഫോഴ്സ് ഗൂർക്കെ കാണാൻ പറ്റി. ലൈക്ക് എല്ലാം അത്യാവശ്യം നല്ല മോഡ് ചെയ്ത വണ്ടികളാണ്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം മോഡിഫിക്കേഷൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ലൈക്ക് പർപ്പസ്ലി ബിൽഡ് ചെയ്ത കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എക്സ്ട്രീം നമുക്ക് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം അഡ്വഞ്ചറും എക്സ്പ്ലോററും അങ്ങനത്തെ കുറേ മോഡലാണ്. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. കാരണം വെച്ചാൽ എല്ലാവരും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ. അപ്പോൾ എല്ലാവരും നേരിട്ട് കണ്ട് സംസാരിച്ചു, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, വണ്ടിയുടെ പണി കാര്യങ്ങൾ അതൊക്കെ ചോദിച്ചു. ഇറ്റ് വാസ് എ നൈസ് ആ ഒരു ഗെറ്റ് ടുഗദർ ഫീലിംഗ് ഈസ് റിലീസ്. നമ്മളതേ പ്രാന്തമുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഈ വണ്ടി ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ തിരുവനന്തപുരം ഫോഴ്സിൻ്റെ സർവീസ് സെൻറ്ററിലെ ഷോറൂമിലെ വണ്ടിയാണെന്ന് തോന്നി, റെഡ്. അതെ. അപ്പോൾ അവരും വന്നായിരുന്നു. അവരുമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പുറത്തൊരു പാലമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ SI വരാൻ പോകുന്ന സ്ഥലം. അപ്പോൾ അവിടെ എല്ലാ വണ്ടിയും നേരെ തിരിയിട്ട് അവിടെ നിന്നാണ് ഇനി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ദിസ് ഈസ് ദി പ്ലേസ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐ തിങ്ക് ഇതാണ് ചാലക്കുടി റിവർ. മൈ ഗോഡ്, ഒരു രക്ഷയില്ലാത്ത ഫ്ലോ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കനക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് കനക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോഴ്സും നല്ല തണുത്ത ചില്ലും മഴ, അതാണ് ഒരു രക്ഷയില്ലാത്ത. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് മഴ തോർന്നപ്പോഴത്തേക്ക് സാറ് ഫ്ലാഗ് ഓഫിന് പറഞ്ഞു. പിന്നെ കുറച്ച് ടിപ്സ് എന്നല്ല, കുറച്ച് അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നു. യൂഷ്വൽ പോലീസ് തിങ്സ് ബട്ട് സ്റ്റിൽ he was a very friendly. എല്ലാവരുമായിട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചോദിച്ചു മനസ്സിലാക്കി. വെരി കോപ്പറേറ്റീവാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. സോ എവറിത്തിങ് ഈസ് സ്മൂത്ത്. കാരണം പുള്ളിക്കാരൻ അത് എൻഷുർ ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ളവരും നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മളും അത്ര തന്നെ. ബട്ട് ഗുഡ് ടു സീ
കേരള പോലീസും ഈ മോട്ടോർ സ്പോർട്സ് എന്തോസിയാസ്റ്റുകളും തമ്മിലുള്ളൊരു ലിങ്ക് ലൈക്ക് അപ്പോൾ ഒരു സൗഹൃദം എപ്പോഴും നല്ലതാണ്. ഈ പോകുന്നത് മാമലകണ്ടം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അവിടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കൂള്. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഏരിയയിൽ തന്നെ ഒരു വലിയൊരു മുട്ടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇതിൽ റിസ്ക്കിയാണ്, പക്ഷെ കുഴപ്പമില്ല, വണ്ടികളെല്ലാം കേപ്പബിളാണ്, ഡ്രൈവേഴ്സ് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസിനാണ്. അപ്പം അവിടെ പോകാനാണ് പ്ലാൻ. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തു, ഒരു സ്മോക്ക് ബ്രേക്കൊക്കെ എടുത്തു. അപ്പോൾ അത് നല്ലൊരു സ്ഥലത്താണ് നിർത്തിയത്. ചെറിയൊരു റിവർ ക്രോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം കൈയും കാലൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റാക്കി. പിന്നെ ചില ആൾക്കാർ വണ്ടി താഴോട്ടൊക്കെ ഒന്ന് ഇറക്കി. ഇറ്റ് വാസ് ഫൺ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ആക്ച്വലി ഒരു ചെറിയൊരു എന്തൊരു ഡിപ്പാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഒരു തിട്ടയായിരുന്നു ആ കാണുന്നത്, സ്റ്റെപ്പ് പോലത്തെ. അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഗൂർക്ക ആയതുകൊണ്ടാണ് അത് നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നാത്തത്. സാധാരണ ഒരു നോർമൽ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്വപ്നത്തിൽ പോലും നമുക്ക് ഇതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഐ മീൻ ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള നല്ലൊരു വണ്ടിയാണ്. ബട്ട് ഐ വണ്ടർ, സത്യം പറഞ്ഞാൽ ഇത്രയും വണ്ടി നമ്മൾ ഒരുമിച്ച് കാണുന്നത് ഈ ഒരു പരിപാടിക്ക് വന്നപ്പോഴാണ്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വീക്കിലി ഒരു 1-2 വണ്ടിയൊക്കെ നമ്മൾ റോഡിൽ കാണുള്ളൂ. ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. എല്ലാവരും താറിൻ്റെ ബാക്കിലാണ് പോകണം. ഐ മീൻ താർ ഹാസ് ഇറ്റ്സ് ഓൺ ഗുഡ് ക്വാളിറ്റി, ഐ മീൻ പോസിറ്റീവ്സ്. ഗൂർക്കയ്ക്ക് അതേപോലെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. സ്പെയർ പാർട്സ് സർവീസ് അവൈലബിലിറ്റി ഗൂർക്കയുടെ കമ്പയർഡ് ടു താർ ശോകം തന്നെയാണ്, അത് അക്സെപ്റ്റ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ദി ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കേപ്പബിലിറ്റി ഒക്കെ സത്യം പറഞ്ഞാൽ ഐ ഓൾവേസ് സജസ്റ്റ് ഗൂർക്ക മാൻ. ഹാറ്റ്സ് ഓഫ്, ഒരു രക്ഷയില്ല. റഫ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ റഫ്. വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് എനിക്ക് ഫോഴ്സ് ഗൂർക്കയിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ലോക്കേഴ്സാണ്. മാൻ, ഇത് ഒരു SUV-യിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ്. അത് ഹാറ്റ്സ് ഓഫ് ടു ഫോഴ്സ് ടീം, അവരത് കൊടുത്തിട്ടുണ്ട്. റിയർ ഡിഫ് ലോക്കും ഫ്രണ്ട് ഡിഫ് ലോക്കും സെപ്പറേറ്റ് ആയിട്ട്. നമ്മൾ ഫ്രണ്ട് ഡിഫ് ലോക്ക് അങ്ങനെ പൊതുവെ ഇടാറില്ല, എപ്പോഴും റിയറേ ഇടാറുള്ളൂ മിക്കവാറും കണ്ടീഷനിലൊക്കെ. ബട്ട് അത് വളരെ റെയർലിയാണ്. പക്ഷേ അത് ഇറ്റ് മേക്സ് അത് ദാറ്റ്സ് ദി ഡിഫറൻസ് ഇറ്റ് മേക്സ് അറ്റ് ടൈം. ചില സമയത്ത് മനസ്സിലായി 50 പ്രാവശ്യം അല്ലെങ്കിൽ 10-ൽ 1 പ്രാവശ്യം മൊണ്ടിയായിരിക്കും. ആ വേറെ ലെവൽ മൊണ്ടി ഈ റിയർ ഡിഫ് ലോക്ക് അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് ലോക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ മൊണ്ടി അങ്ങ് സ്കൂട്ടാവും. ഒരു രക്ഷയില്ലാത്ത ഒരു ഫീച്ചറാണത്. ഐ മീൻ ഇപ്പം ഇലക്ട്രോണിക് ലോക്കേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ. താർ റോക്സിലൊക്കെ എനിക്ക് ഒന്ന് ടോപ്പ് എൻഡിലൊക്കെ ഉണ്ട്. അറിയണോ, ഐ മീൻ ഗൂർക്ക ഇറ്റ് കംസ് ഇൻ സ്റ്റാൻഡേർഡ്. അത് അടിപൊളിയാണ്. ദാറ്റ്സ് ദി ഓൺലി തിങ് ഐ മീൻ വൺ ഓഫ് ദി മെയിൻ തിങ് എനിക്ക് ഗൂർക്കയിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മളിരിക്കുന്ന എക്സ്ട്രീമാണ്. എക്സ്ട്രീമിലെന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ഗൂർക്കക്കാട്ടി കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എക്സ്ട്രീം ഇസ് റിയലി റെയർ. അത്രയ്ക്ക് വണ്ടിയൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. എനിക്കൊന്ന് സ്റ്റോക്ക് 140 bhp ആണ് എക്സ്ട്രീമിൽ വന്നുകൊണ്ടിരുന്ന എൻജിൻ. ബട്ട് ഇറ്റ് കംസ് വിത്ത് ഇൻ 2-door വേരിയൻ്റ് ഓൺലി. മഴ പിന്നെയും കടുത്ത് തുടങ്ങി. ബട്ട് വി ഫീൽ സോ സേഫ് ആൻഡ് സെക്യൂർ. കാരണം ഇത്രയും നല്ലൊരു കേപ്പബിൾ ആയിട്ടൊരു വണ്ടിയിൽ ഇരിക്കുന്നത് കൊണ്ടും അതിന് പുറമെ ബാക്കി എല്ലാ വണ്ടികളും അതേപോലെ മല്ലന്മാരായതുകൊണ്ട് എവിടെയെങ്കിലും സ്റ്റക്കായാലും നമുക്ക് ഊരി വരാം എന്ന് നമുക്ക് 100% ഒരു വിശ്വാസമുണ്ട്. പിന്നെ ചില വണ്ടിയിൽ വിഞ്ചുണ്ട്. പിന്നെ എല്ലാവരുടെ കയ്യിലും നമ്മുടെ കയ്യിലും ടോക്കും ലൈക്ക് കേബിളൊക്കെ ഉണ്ട്, ജംപ് സ്റ്റാർട്ടർ കേബിളുണ്ട്, അത്യാവശ്യം ടൂൾസ് ഉണ്ട്, പണി അറിയാവുന്ന ആൾക്കാരുണ്ട്. സോ ഇത് വൺ ഓഫ് ദി സേഫസ്റ്റ് ജേർണി എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് പോയാൽ ഇതാണെന്ന്.
ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അതിന് ആ ഒരു കോൺവോയ് ആയിട്ട് ഈ ഒരു കാട്ടിൽ കൂടെ ഒക്കെ പോണതിൻ്റെ ആ ഒരു പ്ലാന്റേഷനോ കാടോ ഐ ഡോണ്ട് നോ, ഐ മീൻ ലുക്സ് റിയലി ലൈക്ക് എ ഫോറസ്റ്റ് ആക്ച്വലി. പോണതിൻ്റെ ആ ഒരു വൈബ് വേറെ ലെവലാണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും ഇതുണ്ട്. ഐ തിങ്ക് ഐ മീൻ എല്ലാ കാറിലും വാക്കി ടോക്കി ഉണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാണ്. അതേപോലെ തന്നെ എല്ലാ വണ്ടിക്കും നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് എത്രാമത്തെ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ദോസ് ആർ ലൈക്ക് ഗുഡ് പോസിറ്റീവ്സ്. അടിപൊളി. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. സോ അടിപൊളി കോർപ്പറേറ്റീവാണ്. എല്ലാവരും മസിൽ പിടുത്തമൊന്നുമില്ല. ഇറ്റ്സ് ഫൺ. ഇന്നിനിയിപ്പം വൈകുന്നേരം ഹോട്ടലിൽ എല്ലാവരും സ്റ്റേ ആണ്. അപ്പോൾ എല്ലാവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ പറ്റും. കപ്പിൾ ഓഫ് ഷോട്ട്സ് അടിക്കാം. വി ലീഡ് ടുഗദർ. ഇറ്റ് വിൽ ബി ഫൺ. ലെറ്റ്സ് സീ. ഇതാണ് സ്കൂള്. ഇടുക്കി കൊള്ളില് യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്വർഗതുല്യമായ സ്കൂൾ. പ്രകൃതി ഭംഗി അങ്ങ് അനുഗ്രഹിച്ച് ഒഴുക്കി വിട്ടുകൊടുത്ത ഒരു സ്കൂളാണ്. ഐ മീൻ അപ്രിഷിയേറ്റ് ദി മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളായാലും അവിടുത്തെ ഐ മീൻ ഇൻചാർജ് ആരായാലും റിയലി കീപ്പിംഗ് ദി സ്കൂൾ വെരി ക്ലീൻ. ഇതൊരു എന്താ പറയുക ഹെവൻലി ഫുട്ബോൾ ഗ്രൗണ്ടാണിത്. ഈ അവരുടെ വ്യൂ കണ്ടില്ലേ? ഐ മീൻ അറ്റ്മോസ്ഫിയർ. ഇപ്പോഴത്തെ വെതർ എന്ന് പറയുമ്പോൾ ഭയങ്കര അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താ പറയുക തണുത്ത ഐസ് വെള്ളം പോലത്തെ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. ആൻഡ് സ്കൂൾ ലുക്സ് ഓസം. വേറെ രക്ഷയൊന്നുമില്ല. ഇത് ഓരോ മഴ കൂടുന്തോറും ഇതേപോലെ കുറേ എന്താണ് സ്ട്രീംസിൽ വെള്ളം മോളിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ടാവുമെന്നാണ് അവിടുത്തെ ചായക്കടയിലെ ചേട്ടൻ പറയുന്നത്. പിന്നെ ഇവിടുന്ന് ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ മുകളിലത്തെ മലയിലോട്ടൊക്കെ കൊണ്ടുപോകും, ഇതിൻ്റെ ബാക്കിലൊക്കെ ഉള്ളതിൻ്റെ മുകളിൽ. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്കിപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, സീനൊന്നുമില്ല. ദെൻ സ്കൂളിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അറിയാമല്ലോ, ബ്ലഡി ഇന്ത്യൻസ്. ചില തെണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ, പറയാതെയും ഒക്കെ അകത്ത് കയറും, ട്രാഷൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഈ ഏരിയയിലെ ബിസിനസ് തന്നെ ഇപ്പം നല്ല രീതിയിൽ ബൂമായി ഈ അടുത്ത കാലത്ത്. കാരണം എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. ഇതൊരു സ്റ്റോപ്പായി, ഇപ്പം ഒരു പിറ്റ് സ്റ്റോപ്പ് പോലെ ആയി. നല്ല കോഫി കിട്ടും, ചായ കിട്ടും, അത്യാവശ്യം സ്നാക്സൊക്കെ കിട്ടും. കുറേ കടകളൊക്കെ ഉണ്ട്. ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റ് വർക്ക് സ്കൂളിൻ്റെ മതിലുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്കൂൾ കാണുന്നത്. ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ ഇവരടുത്ത് നമ്മൾ ജീപ്പിൻ്റെ ഇവിടുത്തെ ഓഫ് റോഡിങ്, ലൈക്ക് നമ്മളെ ട്രിപ്പ് കൊണ്ടുപോകുന്ന ജീപ്പിലെ ആൾക്കാരോട് സംസാരിച്ചു. ഐ മീൻ ടുക്ക് സം അഡ്വൈസ് ആൻഡ് ടിപ്സ് ഫ്രം ദം. വേറെ സീനൊന്നുമില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഇന്ന് സംസാരിച്ചു, ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തു. എന്നിട്ട് ഇനി അടുത്തത് പാറയുടെ മുകളിലോട്ട് പോകണം. അതാണ് ഇനി പ്ലാൻ. Yes, so we are here at Munipara.
അപ്പം മുനിപ്പാറയിലോട്ടുള്ള ക്ലൈമ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാ 360 ഒരു രക്ഷയില്ലാത്ത കിടിലം ഫുട്ടേജൊക്കെ എടുത്തതാണ്. ബട്ട് ബാഡ് ലക്ക് എന്ന് പറയട്ടെ, ആ മെമ്മറി കാർഡ് വേറൊരു ഡിവൈസിൽ ഒരു ആവശ്യത്തിന് ഇട്ടപ്പോഴത്തേക്ക് കറപ്റ്റായിപ്പോയി. കിടിലം വീഡിയോകളും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. അത് ടോട്ടലി സാഡ്നിങ് ആയിട്ടൊരു ന്യൂസായിരുന്നു. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫോണിലൊക്കെ കുറച്ച് വീഡിയോ എടുത്തത് കാരണം ഐ വാസ് ഏബിൾ ടു അപ്ലോഡ്. ആരും കുറേ നല്ല ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. പുറത്തും അവിടെ ഇവിടെ എല്ലാം തൂക്കിയും വലിച്ചും കെട്ടിയൊക്കെ എടുത്തെല്ലാം മിസ്സായിപ്പോയി. സോ സോ ഇതെന്ന് പറയുമ്പോൾ മുനിപ്പാറയുടെ മുകളിലോട്ടുള്ള ഫൈനൽ ട്രക്കാണ്. ഇറ്റ്സ് കാണുന്ന ഈസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ബട്ട് ഇത് കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ള എന്താ പറയുക ഒരു സർഫസാണ്, മഴ കാരണം. ബട്ട് ഓക്കെ, നമ്മൾ ലോ റേഞ്ചിൽ റിലാക്സ് ചെയ്തങ്ങ് നമ്മൾ വണ്ടിക്ക് അത്രയും പവർ ഉണ്ട്, ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ട് വലിയ ടെൻഷനില്ല, വണ്ടി നൈസായിട്ട് കയറി പോകുന്നുണ്ട്. ബട്ട് വി ഹാവ് ടു ബി വിജിലൻറ്റ്. കാരണം ഒന്ന് വണ്ടി ഓഫാവുകയോ അല്ലെങ്കിൽ കട്ടായി കഴിഞ്ഞാൽ റിവേഴ്സ് വരെ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത്. അതേ ഉള്ള സീന്. യെസ്, സോ ഇതാണ് മുനിപ്പാറ. മുനിപ്പാറയുടെ മുകളിലത്തെ ടോപ്പ് വ്യൂ ആണ്, 360 വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. വന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഉച്ചര, അതായത് ഒരു 3-3:30 ആ ടൈമൊക്കെ ആണെന്ന് തോന്നുന്നു. അതാണ് ടൈം. നല്ലൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ്. ഡെഫിനറ്റ്ലി വർത്ത് വിസിറ്റിംഗ് ദി പ്ലേസ്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഒന്ന് നടന്നു. അതിൻ്റെ മുകളിലൊരു ചെറിയൊരു ക്ഷേത്രം, ഒരു ചെറിയൊരു ഗുഹാക്ഷേത്രം ഒരു ചെറിയൊരു ടെമ്പിളൊക്കെ ആരണ്ട് പണി വെച്ചിട്ടൊക്കെ ഉണ്ട്. നൈസാണ്. വെള്ളമൊക്കെ കണ്ണീര് പോലെ, എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയറാണ്. നല്ല തണുത്ത വെള്ളമാണ്. അടിപൊളി. വാട്ടർ പ്രൂഫ് ടെസ്റ്റ് ചെയ്ത ഷൂ, നമ്മളവൻ്റെ ക്ലാൻ്റെ ഷൂ ആണ്, മറ്റേ ബൈക്കിംഗ് ഷൂ ഇല്ലേ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഇങ്ങനത്തെ കാര്യത്തിനും കൊള്ളാം. അത്യാവശ്യം ആംഗിൾ ഹൈറ്റിലൊക്കെ വെള്ളമൊന്നും കയറത്തൊന്നുമില്ല. പിന്നെ ബാക്കി നമ്മുടെ ബോയ്സ് എല്ലാം വണ്ടിയും കൊണ്ട് മുകളിലെത്തി. എല്ലാവരും വന്നു. എവരിബഡി വാസ് ഹാവിങ് എ ഗുഡ് ടൈം ദെയർ. കുറേ ഫോട്ടോസും വീഡിയോസും റീലുകളും. വേറെ വണ്ടികൾക്കൊന്നും വേറെ സീനൊന്നും ഇല്ലായിരുന്നു. എല്ലാം നൈസായിട്ട് കയറി വന്നു. പിന്നെന്താ, നമ്മുടെ ക്ലബിൻ്റെ പേരാണ്. പിന്നെ ഗോപ്രോയുടെ കുറച്ച് ഫൂട്ടേജൊക്കെ ഉണ്ടായിരുന്നു. അത് അനിയൻ്റെ ഇല്ല, ഇപ്പം ഇവിടെ ഇല്ല, അതെടുത്തില്ല. അത് കുഴപ്പമില്ല, അത് വേറെ ഒരു ഷോർട്ടായിട്ട് അത് എല്ലാം കൂടെ എടുത്ത് ബൾക്കായിട്ട് എടുത്ത് അങ്ങ് അപ്ലോഡ് ചെയ്യാം. അതിലും കുറേ നല്ല ഫൂട്ടേജൊക്കെ ഉണ്ട്. സോ ദിസ് ഈസ് ബേസിക്കലി ദി ക്രൂ. അടിപൊളി ക്രൂ. ആരും നോ പറയുന്നില്ല. എവരിബഡി ഈസ് ആസ്കിങ് ഫോർ ന്യൂ അഡ്വഞ്ചർ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഗ്രൂപ്പിൽ. ഇറ്റ് കനോട്ട് ബി ഡൺ, അല്ലെങ്കിൽ കാൺ ബി ഡൺ എന്നൊരു സംസാരം, അങ്ങനെ ഒരു ടോക്കേ ഇല്ല. സോ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ലൈറ്റായിട്ടൊന്ന് വെളിച്ചമൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്നു. അത് കാരണം പയ്യെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. സോ വി ആർ ഫൈനലി ഹെഡിങ് ബാക്ക് ടു ദി സ്റ്റേ. എവിടെയാണ് നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർഗനൈസേഴ്സ്. അപ്പം അങ്ങോട്ടാണ് ഇനി പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോകണമെന്നേ തോന്നുന്നില്ല. കാരണം നമ്മുടെ വണ്ടിയിൽ എല്ലാ ക്യാമ്പിങ് ഗിയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സ്റ്റൗ വരെ ഉണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ, ആ പാറയുടെ മുകളിൽ സ്റ്റേ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ,
പറ്റത്തില്ല. ബട്ട് ഡെഫിനറ്റ്ലി അവിടെ ആരുടെങ്കിലും ലോക്കലായിട്ടുള്ള ആരുടെങ്കിലൊക്കെ ചോദിച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റേക്കുള്ള സെറ്റപ്പ് എല്ലാം കിട്ടുമെന്ന് നോക്കും. നമ്മൾ ബോയ്സൊക്കെ ആയിട്ടൊന്ന് വന്ന് വണ്ടിയും കൊണ്ടുവരും, ഈ ഗൂർക്കയും കൊണ്ടുവരും, പിന്നെ നമ്മുടെ ജിമ്നിയും കൊണ്ടുവരും. നേരെ മുകളിൽ പോയിട്ട് അവിടെ തന്നെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് പൊളിച്ച് ഒരു സ്റ്റേ കൺഫേം ആയിട്ട് ചെയ്തിരിക്കും. ഒരാഗ്രഹമാണ്. ഹോപ്പ്ഫുള്ളി ലെറ്റ് സി. പിന്നെ അതേപോലെ തന്നെ അത് എല്ലാവരും നല്ല റെസ്പോൺസിബിളായിട്ട് ആണ് ഈ ട്രാവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആരും ഒരു ട്രാഷോ അങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റോ ഒന്നും പോണ ഡെസ്റ്റിനേഷൻസിനൊന്നും ഇടുന്നില്ല. ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. അത് ഓൾറെഡി രാവിലത്തെ ബ്രീഫിങ്ങിൽ സംസാരിച്ചായിരുന്നു. നെവർ ട്രാഷ് അവർ ട്രാവൽ എന്ന് പറഞ്ഞുകൊണ്ട്. ടയറിൻ്റെ മാർക്ക് മാത്രം മതി, വേറെ വേസ്റ്റുകളൊന്നും നമ്മൾ അവിടെ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവറിത്തിങ് വാസ് ഡൂയിങ് ഗുഡ്. എല്ലാവരും അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് റിയലി നൈസ്. പിന്നെ എവരി വൺ വാസ് അഡ്വഞ്ചറസ്, ബട്ട് സ്റ്റിൽ അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരത് കാരണം ദേ ആർ ടേക്കിംഗ് ഇറ്റ് ഇൻ എ കറക്റ്റ് വേ ആക്ച്വലി. സോ അത് തിരിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും കയറ്റം കയറുമ്പോൾ മാത്രമാണ് ഭയങ്കര പാടുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. തിരിച്ച് ഇറങ്ങുമ്പോൾ വി ഹാവ് ടു ബി കെയർഫുൾ, ബിക്കോസ് ഇത് വളരെ സ്ലിപ്പറി ആയിട്ടുള്ള പാറയാണ്. കാരണം മറ്റേ വഴുക്കലും എന്താ പറഞ്ഞാൽ പായലൊക്കെ ഉണ്ട്. അപ്പം ഒരു സൈഡ് വേസ് വല്ലോ ഒന്ന് സ്കിഡായി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, പണി പാളും. പിന്നെ ഗ്രാവിറ്റി വിൽ ഡു ഇറ്റ്സ് എന്താ പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ജോബ്. അതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ടൊന്ന് ടാക്കിൾ ചെയ്ത് കറക്റ്റ് റൂട്ടൊക്കെ നോക്കി. ഇതൊക്കെ പഴയ ജീപ്പ് ചേട്ടന്മാർ പോയ വഴിയാണ്. അപ്പം ദീസ് ആർ സേഫ് പാത്ത്സ്. പക്ഷേ എങ്കിലും നമ്മളേതായ ഒരു മാർക്ക് ഉണ്ടാക്കണമല്ലോ എന്ന് കരുതി എല്ലാവരും വലത്ത് പിടിച്ചപ്പോൾ നമ്മൾ ഇടത്ത് പിടിച്ചു. ബട്ട് ഇറ്റ്സ് വർക്കിംഗ് ഫൈൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന വഴി തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദി 5-door-1. അടിപൊളി. ഒരു ഫാമിലിക്കൊക്കെ ഫുട്ബോൾ കളിക്കാൻ സ്ഥലമാകത്തുണ്ട്. ഉള്ളത് പറഞ്ഞിട്ടില്ല, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം, ഒരു ലോഡ് സ്ഥലം, വേറെ എല്ലാവരും വണ്ടി. കുറച്ചൊന്ന് മാറിക്കിറങ്ങിയ പോലെ അതെന്തിനങ്ങനെ പോണു? ബ്രേക്കുണ്ടോ? ഇല്ലല്ലോ. ഇനി വണ്ടി തന്നെ സാധ്യതയുണ്ട്. അവൻ പോകണമല്ലെങ്കിൽ പോയാൽ മതി. അതായത് പിടിച്ചങ്ങ് പോകും. എല്ലാം സെറ്റല്ലേ കേട്ടോ? പിടിച്ചിലുണ്ട്, ടെമ്പറേച്ചർ സീനില്ല. ഓക്കെ, ആ കിട്ടാണ്ടല്ലോ. ആ കിട്ടിയിട്ട് തട്ടല്ലേ, കിട്ടില്ലല്ലേ? ആ സൈഡ് പിടിച്ചു പോകും. കഴിഞ്ഞ് ലെഫ്റ്റ് കുഴിയിലിട്ട് അറിവില്ല. കഴിഞ്ഞ് റൈറ്റ്. പയ്യെ സ്ലോ. അങ്ങനെ ക്രോളാവുന്നു. അല്ല അത് പറ്റിയത് അല്ല, നമുക്കൊരു സ്വിച്ച് ഒന്നും ഇല്ലല്ലോ. ഫോറിൽ നമ്മൾ ക്ലച്ച് വിട്ട പോവും, അതല്ലാതെ ഇല്ലല്ലോ. ഇപ്പോഴത്തെ എന്തൊക്കെ സാധനം കൊണ്ടുണ്ട്, ക്രോൾ മോഡ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ.
സോ ബേസിക്കലി ഞാൻ ഞങ്ങളുടെ വണ്ടിയും വേറൊരു വണ്ടിയും ഒരു മെയിൻ കോമൺ പോയിന്റിലെത്തി അവിടുന്ന്. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ടേക്ക് സം വീഡിയോസ് ഓഫ് ദി അതേഴ്സ്. കയറി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ്. ക്യാമറയുടെ സ്റ്റാൻഡും എടുത്തില്ല. അവസാനം പിന്നെ കയ്യിൽ തന്നെ ഫോൺ വെച്ച് ഞാനങ്ങ് മാനേജ് ചെയ്തു. സോ സർപ്രൈസിംഗ്ലി എൻ്റെ ഫോൺ ആക്ച്വലി എന്താ പറഞ്ഞാൽ ഇറ്റ്സ് പെർഫോമിങ് വെൽ. ആക്ച്വലി ഇത് നത്തിങ്ങിൻ്റെ ഫോണാണ്. നത്തിങ് വൺ ആണ്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഡൈനാമിക് ലൈറ്റിംഗ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറ്റേ ബ്രൈറ്റ്നെസ് ഒന്ന് ഓട്ടോ കറക്റ്റ് ആവുമെങ്കിലും സംഭവം ഇറ്റ്സ് ഗുഡ്. ഐ മീൻ അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. സോ ഹാപ്പി. പക്ഷേ ഡെഫിനറ്റ്ലി ഐ മീൻ എനിക്ക് എന്നെ സംബന്ധിച്ച് വീഡിയോ ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് ഐഫോൺ. ഐ ഡോണ്ട് നോ, ലൈക്ക് ഐഫോണിൽ കുറച്ചും കൂടെ വെളിച്ചമുള്ളതുപോലെ തോന്നും. ഇതിനകത്ത് കണ്ടില്ലേ കുറച്ച് സാച്ചുറേഷനൊക്കെ കുറവാണ്. കാരണം ഇതൊക്കെ തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ആവുന്നതാണ്. ഓക്കെ ഫൈൻ, ലീവ് ഇറ്റ്. സോ ഐ മീൻ ഇത് ലോ റേഞ്ചിൽ ചില്ല് ചെയ്ത് ആക്സിഡൻ്റ് ഒന്നും കൊടുക്കാതെ സമാധാനത്തോടെ വരുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. ചില വണ്ടിയിലൊക്കെ ഫുൾ ഫാമിലി ഉണ്ട്. സ്റ്റണ്ണിങ് ആണ് ലൊക്കേഷൻ, ഒരു രക്ഷയുമില്ലാത്ത ലൊക്കേഷൻ. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഒറ്റയ്ക്കൊക്കെ വരുന്നവർ സീനൊന്നും ഇല്ല. ബട്ട് സ്റ്റില്ലെങ്കിലും കുറച്ച് കോഷ്യസ് ആയിരിക്കണം. അത്രയ്ക്ക് മറ്റേ വാക്കിൻ്റെ പാർക്ക് അല്ല. കേപ്പബിൾ ആയിട്ടുള്ള വണ്ടികൾ, നല്ല ടയറും പ്രഷറൊക്കെ കുറച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ അത്യാവശ്യം റിസ്ക് അതിൻ്റെ അറിയാലേ. അഡ്വഞ്ചർ ഹാസ് ഇറ്റ്സ് ഓൺ റിസ്ക്. സോ ഡെഫിനറ്റ്ലി അത്യാവശ്യം റിസ്ക്കൊക്കെ ഉണ്ട്. ഓൾവേസ് യു ക്യാൻ ഓൾവേസ് ഗെറ്റ് ദി നമ്പർ. താഴെ ആ ജീപ്പ് സഫാരിയിലെ ചേട്ടന്മാരുണ്ട്, അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവരുടെ നമ്പറൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും വണ്ടിക്ക് വല്ല ട്രബിളോ വല്ലതും വന്നെങ്കിൽ യു ക്യാൻ കോൾ ദം. ദേ വിൽ ഓൾസോ ഹെൽപ്പ് യു.
ഞാനൊക്കെ ചോദിച്ചാ കത്തുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കുഴപ്പമില്ല. ഏത് വഴിയുണ്ട്? ഫോറിൽ പോകും. ഇതല്ലേ ഡീസൽ? ഇതിപ്പോ ഡീസൽ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വെക്കുന്നത്. ഇപ്പം ബാക്കിലല്ലേ ഇവിടെ പണ്ട് നമ്മൾ അന്ന് നിറച്ചില്ലേ? അല്ല ബാക്ക്. അപ്പം ഏകദേശം എല്ലാ വണ്ടികളും നമ്മൾ മെയിൻ സ്ലോപ്പിൽ നിന്ന് സൈഡിലോട്ടാക്കി. അപ്പോൾ ഇനി വരിയായിട്ട് ഇവിടുന്ന് നേരെ ഹോട്ടലിലോട്ട് പോകണം. അതാണ് പ്ലാൻ. ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണ്. അപ്പം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇൻഷാസ് 360 ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തത് നല്ല മിസ്സായില്ലേ. അപ്പം വരുന്ന വീഡിയോ മിസ്സായ, പക്ഷേ ഞാൻ തിരിച്ച് പോയ വീഡിയോ ഒക്കെ ഞാൻ ഫോണിൽ കുറച്ച് സ്ഥലത്തിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ഹൗ ഇറ്റ് ഈസ്. ഇപ്പം കുറച്ച് അധികം ഡാർക്കായി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയും കൂടെ ഒക്കെ സ്ലിപ്പറി ആയി കഴിഞ്ഞാൽ ചിലപ്പം നല്ല ടൈറ്റ് ആവും ഈ റൂട്ട്. അപ്പോൾ അത് പിന്നെ നമ്മുടെ സമയം പോവും. സോ യാ, ഹിയർ ഇറ്റ് ഗോസ്. ഇങ്ങോട്ട് കുറച്ച് ഇറക്കം ഉണ്ടായിരുന്നു. ഇറക്കമൊക്കെ നമ്മൾ എനിക്കാകും. മനസ്സിലായോ? ഇത്ര മാഗ്നറ്റ് തുടങ്ങി. കുഴപ്പമില്ല. കമ്പി സെറ്റാണെങ്കിൽ കമ്പി അങ്ങോട്ട് കൊടുക്കാൻ ക്ലാമ്പിനൊരു ബലമില്ല. ഇതൊരു വലിയ പർപ്പസിനല്ല ഇത് വെച്ചേക്കണം. ഡിപ്പിൽ തട്ടുമോ? ഡിപ്പിൽ തട്ടിയാലും കുഴപ്പമില്ല, ഒരത്തില്ല. ഇല്ല, പറഞ്ഞാലും നമുക്ക് സീനില്ല. Low right now. Why? Low under. Very good. നമുക്ക് നോക്കാം, ആവശ്യം മാത്രമേ. ലോ സെക്കൻഡ് നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കിട്ടും ഒരു പൊടിക്ക്. ടോൾ കുറയല്ലേ? ലോ ഫോർത്തിനൊക്കെ പോകാൻ പറ്റത്തില്ല. സ്പീഡ് ഉണ്ടല്ലോ മാക്സിമം. കേസ് കിട്ടാം. ഡെസേർട്ടിൽ അമ്മമാർ എന്താണ് ഇപ്പം? അമ്മമാർ ലോ റേഞ്ചിൽ വണ്ടി 100-110 കയറും. അത് ഡെസേർട്ടിന് വേണ്ടിയുള്ള വണ്ടി ആയിരിക്കും. നമുക്കൊക്കെ ഹൈയിൽ എപ്പോൾ ഡെസേർട്ടിൽ പോകാൻ പറ്റില്ല. ഒരിക്കലും ട്രൈ ചോദിച്ചേ എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഇടയായിട്ട് ചോദിക്കാം. അത് റിസർച്ച് ചെയ്യാം. സംശയങ്ങൾ വന്നാൽ അപ്പൊ ചാറ്റ് ചോദിക്കണം. നമുക്ക് ടീച്ചർമാർ നല്ല ടീച്ചർമാരില്ലാതെ നമ്മുടെ കൈയിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് കൈ ഇത് നോക്കിയിട്ട് പറയാൻ ഞാൻ ചോദിച്ചു. അപ്പം കറക്റ്റായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാത്തിനും പറയാനുള്ളത് അക്കോർഡിംഗ് ടു ദ സോഴ്സസ് ഓഫ് ന്യൂമറോളജി ആൻഡ് കോൺസെപ്റ്റ്. അങ്ങനെ പറയുള്ളൂ. കേരള മിത്തോളജി വിട്. ഒരു സ്റ്റെപ്പ് ഇനി റോഡ് എത്തിയിട്ടേ ഉള്ളൂ എല്ലാം. അവിടെ മുന്നോട്ട് ഇങ്ങനെ അല്ലായിരുന്നു നന്നായിട്ട്. നമ്മളെ ഗവൺമെന്റ് പൊട്ട വളിയന്മാരായതുകൊണ്ടാണ്
വാങ്ങിച്ച് അവന്മാർക്ക് ഇത് പ്രോപ്പറായിട്ട് സെറ്റ് മൈരന്മാരാണെങ്കിൽ റബ്ബറായിട്ട് ടാർ ഇടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പറയും സാധാരണക്കാർക്ക് ഇതൊരു വണ്ടി ഓടിക്കണ്ടെന്ന് പറയും. അവിടെ വെയിറ്റ് ചെയ്യും, അങ്ങോട്ട് പോകണ്ട. അത് തന്നെയല്ലേ വഴി, എന്ത് സെയിം തന്നെ. അല്ല നമ്മളിത് പോട്ടെ വെയിറ്റ് ചെയ്യും. ഇല്ല അങ്ങനെയല്ല, റിലാക്സ് സെക്കൻഡ് ഇട്ടാണ് നീ ചവിട്ട് നിർത്ത്, കുറച്ചൊരു വെയിറ്റ് ചെയ്യും. അവൻ പോട്ട് റിലാക്സ് ചെയ്യും. നിർത്ത് ഞാൻ പറഞ്ഞു ഗ്യാപ്പ് എങ്ങനെ എന്തൊക്കെയാണ് കുറേ അപകടത്തിൽ നമ്മൾ തട്ടിക്കൊണ്ടല്ലേ പൈസ കൊടുക്കണ്ട. നമുക്കൊരു വെള്ളം പറ്റില്ല വണ്ടി. നീ സെക്കൻഡ് ഇട്ടാണ് ഇറങ്ങി വന്നത്, ആലോചിച്ചിട്ട് നീ പോട്ട് അത് അതിന് ക്ലിയർ ആവും. കണ്ടോ നമുക്ക് ആ തെങ്ങിലാണ് ചേർത്ത് നിർത്താം. അതേപോലെ ഇത് ഫസ്റ്റ് തന്നെ ലോ അല്ലേ, ഞാനേ ആ മണ്ണിൽ ഇത് ഫസ്റ്റ് അല്ലേ? ഒന്നും ഇട്ടിട്ടില്ല. ആ ഫസ്റ്റ് പോയി. നമ്മുടെ ഫ്രണ്ടിൽ ഇതേപോലെ വല സ്കിഡായിരുന്നു, നമ്മൾ വീഡിയോയിലെങ്കിലും കിട്ടിയാണ്. ക്ലിയർ സെറ്റ്. ഈ കട്ടയിൽ അളകണം, ഈ കട്ടയും ആ ഭിത്തിയോടും ചേർത്ത് കുഴപ്പമില്ല. അപ്പം അത് വെച്ച് നമ്മളെ കറക്റ്റ് ആക്കും, മനസ്സിലായോ? ഞാൻ ലൈൻ്റെ ഇടയിലെന്നാണ് മറ്റവൻ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? സ്റ്റിയറിംഗ് അടിക്കുമ്പോഴേ ഇത് ഒടിഞ്ഞു. അത് നമ്മുടെ മറ്റേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ പജാർ ഓടിക്കുന്ന ദുബായിലെ മറ്റേ മൈറ്റി ഡയമണ്ട് അതും പറഞ്ഞോണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2H 4H കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രല്, പിന്നെ 4H. അതിനുള്ള തൊട്ടും ഫ്രണ്ട് ഏറ്റവും ഫ്രണ്ടോട്ടിരിക്കുന്ന 4 2 ഹൈ, ഏറ്റവും മേളിൽ 2 ഹൈ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഫസ്റ്റ് തന്നെ. എത്ര ഇട്ട് സെക്കൻഡാ? അതാ പാറപ്പുറം ആയോണ്ടായിരുന്നു, മണ്ണി കൊണ്ട് പാറലാണ് ഫസ്റ്റ് അങ്ങാടാ. ഫസ്റ്റ് ഇട്ടാണ്. ഇഷ്ടംപോലെ തന്നെ. അത് നമ്മുടെ ടയറിന് വേറെ സീനില്ല. നിനക്ക് ഇത് 4 ഹൈയില് ബ്രേക്കിൽ പയ്യ ഇറങ്ങിക്കൂടി പിന്നെ പോയി അത് മനസ്സിലാ മിനുസപ്പെട്ടാണ് കേട്ടോടാ. ഇപ്പൊ ബ്രേക്ക് പിടിച്ച തെന്നുന്നുണ്ടല്ലോ. തെന്നുണ്ടോ? രണ്ടു മൂന്ന് അതാ ഗിയർ ബ്രേക്കിംഗ് ആണ്. അല്ല, ഞാൻ മറ്റേ ബ്രേക്ക് ഒട്ടേ തെന്നു. സാധാ ബ്രേക്കാണ്. വെയിറ്റ് ചെയ്യാം, ചടങ്ങാണ് ചടങ്ങല്ല. ഇല്ലല്ല ചടങ്ങല്ല. അമ്മരെല്ലാം പോയി ഓക്കെ, അവിടെയാണ് പണി കിട്ടിയത്. അവിടെ ഒരു അല്പം ത്രോട്ട് കൊടുത്ത് ആ പാറയുടെ മുകളിൽ ഏതെങ്കിലും ടയർ കേട്ടാ കൊടുക്കും. അതെ കറക്റ്റ് കൊടുത്തു പോകും. ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടാ മുകളിലേക്ക് ഒരു തറയിൽ പോയിരുന്നേ. ഓക്കെ, എന്തെങ്കിലും സീനുണ്ടെന്നുണ്ടെങ്കിൽ ആ ടയർ സൈഡിലോട്ട് ഈ തിട്ടയിലോട്ട് ചേർക്കണേ. അപ്പൊ അതിലും കൂടെ ഇങ്ങനെ ക്രോൾ ചെയ്ത് നേരെ അങ്ങ് പോയി പോകും. ഇല്ല കുഴപ്പമില്ല മതി സെറ്റ്. വേറെ ഡിഫിനോ കിട്ടാം.
ശ്ശോ, അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് തന്നേക്കണത്, മനസ്സിലായോ? സ്കിൻ അടിക്കുമ്പോൾ ഇട്ടാൽ പോലും അതിനകത്ത് എന്ത് ടെൻഷനാണെന്ന് അറിയോ അതിന് ആ സമയത്ത്. നമുക്ക് റൈറ്റ് അല്ലേ? പോയാലും ഫസ്റ്റില് ഇതെന്തിന് ടു ഹൈ അല്ലേ? ഇത് തന്നെ വഴി കറക്റ്റാ. ആ സൈഡ് നോക്കിയോ. കണ്ണി കാണുന്നതിനെക്കാട്ടി ക്ലാരിറ്റി ഉണ്ടോ വീഡിയോയിൽ കാണാൻ? എല്ലാവരും തിരിച്ച് വന്നു, ആരും കുഴിയിലായില്ല. സോ യെസ്, അങ്ങനെ മുനിപ്പാറയിൽ നിന്ന് ഇറങ്ങി റോഡിലെത്തി. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടല്. അപ്പം രാത്രിയായപ്പോൾ അവിടെ എത്തി. ചെറിയ കലാപരിപാടികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ല വൃത്തിക്ക് ഒന്ന് കുളിച്ചു, ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ലാക്കി. അങ്ങനെ ഇന്നത്തെ ദിവസത്തിന് വിട പറഞ്ഞുകൊണ്ട് നാളെ ഇനി അടുത്ത ഒരു ഓഫ് റോഡ് ട്രാക്കിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എപ്പിസോഡ് 2 ആയിട്ടിടാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ, ആൻഡ് ഓൾവേസ് റൈഡ് സേഫ്, വെയർ ഹെൽമെറ്റ്സ്, വെയർ സീറ്റ് ബെൽറ്റ്സ്. ഓക്കെ, ബൈ ബൈ.